അപ്പോൾ ഒരു 25 വയസ്സുള്ള ആൾക്കാരൊക്കെ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല, ടി വിയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം പ്രേക്ഷകരെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് രണ്ടാമതൊന്ന് റിലീസ് ചെയ്ത് കൊള്ളാം എന്ന് ആലോചിച്ചത്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തായ സോമൻ പിള്ള ഇങ്ങനെ ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരികയും അപ്പം നല്ലൊരു ആശയമാണല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഞാനും കൂടി ചേർന്നിട്ടാണ് ഇത് രണ്ടാമത് റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്, നമുക്കിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം കാലം കഴിയും തോറും അതിൻ്റെ ഇതിവൃത്തത്തിൻ്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം മനുഷ്യ മനസ്സുകളുടെ ഒരു കഥയാണ് അതിൽ പറയുന്നത്. അന്ന് തന്നെ ഇത് ഇറങ്ങിയ കാലത്ത് തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ 366 ദിവസം റെഗുലർ ഷോ കളിച്ച ഒരു സിനിമയാണ്. അത് 93-ലെ നാഷണൽ അവാർഡ്, ഫാസിൽ സാറിന്, സംവിധായകൻ ഫാസിൽ സാറിന് അവാർഡ്, എനിക്ക് അവാർഡ്, ശോഭനയ്ക്ക് ഉർവശി അവാർഡ്, ദേശീയ പുരസ്കാരമാണ്. അപ്പം അങ്ങനെ അംഗീകാരങ്ങളുള്ളൊരു സിനിമയും ജനങ്ങളുടെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഓടുക. ഒരു വർഷം ഒരു തിയേറ്ററിൽ ഓടിയ സിനിമകൾ വളരെ കുറവാണ്. ഒരു വർഷം ഈ ശ്രീകുമാർ തിയേറ്ററിൽ 366 ദിവസം റെഗുലർ ഷോ ആയിരുന്നു. 4 ഷോ വെച്ചാണ് ആ സിനിമ കളിച്ചത്. ആ സിനിമ അതിനുശേഷം ജനിച്ച ആൾക്കാരുണ്ടല്ലോ 93-ന് ശേഷം, ആ ആൾക്കാർക്ക് ഒന്ന് തിയേറ്ററിൽ വന്നിട്ട് ആ സിനിമ കണ്ടാൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അതിൻ്റെ ഇതൊരിക്കലും പുതുമ, മനുഷ്യകുല ഉള്ളിടത്തോളം കാലം പുതുമ നഷ്ടപ്പെടാത്ത ഒരു ഇതിവൃത്ത കഥാതന്തുവാണ് ഈ സിനിമ പറയുന്നത്. അതേപോലെ അതുല്യ പ്രതിഭ ആയിട്ടുള്ള ഡയറക്ടറാണ് നമുക്കറിയാം ഫാസിൽ സാർ. അദ്ദേഹത്തിൻ്റെ 3 വർഷം കൊണ്ടാണ് അദ്ദേഹം മധുമുട്ടവും അദ്ദേഹം കൂടി ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. അതൊന്നും അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും സാധാരണ സിനിമയുടെ കഥ എങ്ങനെ പെട്ടെന്ന് എഴുതി ഉണ്ടാക്കുക, അങ്ങനെയല്ല. ഇത് 3 വർഷം എടുത്തു ഫാസിൽ സാറും മധുമുട്ടവും കൂടെ അതിൻ്റെ കഥ ഡിസ്കസ് ചെയ്ത് ഈ സിനിമ സ്ക്രിപ്റ്റാക്കി എടുക്കാൻ വേണ്ടി. അതേപോലെ അതിൻ്റെ സിനിമയുടെ കാസ്റ്റിങ്, മോഹൻലാൽ, ശോഭന, അതിൽ കൂടെ അഭിനയിച്ച മൺമറഞ്ഞുപോയ കലാകാരന്മാരുണ്ട്. അവരെയൊക്കെ ഇത് വീണ്ടും ഓർമ്മിക്കാനും പുതിയ തലമുറയ്ക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താനും ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ഞങ്ങൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അന്ന് മുതലുള്ള എല്ലാ പരസ്യ കാര്യങ്ങളും ഇതിൻ്റെ ഡിസൈനും ഒക്കെ ചെയ്തതെന്ന് ഇദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറയുന്നത് വീണ്ടും കാണാനും വീണ്ടും അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ എന്നാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യം കണ്ടപ്പോൾ പറഞ്ഞത്. അദ്ദേഹത്തിനോട് അനുഭവപ്പെട്ടു. അപ്പച്ചൻ സാറ് പറഞ്ഞത് വളരെ സത്യമാണ്. 31 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു പടത്തിൻ്റെ ഡിസൈൻ വീണ്ടും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു മഹാഭാഗ്യമാണ്. അതൊരു റെയർ ചാൻസായിട്ട് ഞാൻ കരുതുന്നു. അത് തന്നെയല്ല, ഫാസിൽ സാർ പ്രത്യേകം പറഞ്ഞു അത് സാബുവിനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്ന് പറഞ്ഞു എന്നാണ് സോമൻ എന്നോട് പറഞ്ഞത്. അതും വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ്. പിന്നെ ഒരു പോസ്റ്റർ ഡിസൈനറെ സംബന്ധിച്ച് പോസ്റ്റർ ഡിസൈനർക്ക് മാത്രമാണ് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ വർക്ക് പല പ്രാവശ്യവും മാറ്റിമറിച്ചൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സിനിമയ്ക്കുള്ളിൽ പ്രവർത്തിച്ച ടെക്നീഷ്യൻസിന് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ള സാധ്യതകളില്ല. അപ്പോൾ ഒരു പോസ്റ്റർ ഡിസൈനറെ സംബന്ധിച്ച് വീണ്ടും അങ്ങനെ ചെയ്യാനുള്ള അവസരം കിട്ടിയതുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയത്. അന്ന് ഈ പടത്തിന് വേണ്ടി വർക്ക് ചെയ്ത ഒരുപാട് സഹപ്രവർത്തകർ ഇന്ന് പലരും ഇല്ല. ഒരുപാട് പേർ ഓർമ്മപ്പൂക്കളായി മാറി. പിന്നെ 31 വർഷം മുമ്പ് ഈ പടം ഞാൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ പടത്തിൻ്റെ പേര് മണിച്ചിത്രത്താഴെന്നാണ് എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ എഴുതാൻ ഏൽപ്പിക്കുമ്പോൾ എന്താണ് മണിച്ചിത്രത്താഴ്, അതെങ്ങനെ ഇരിക്കും, അതെന്ത് സാധനമാണെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെ ഒരന്വേഷണത്തിൽ ഈ പടത്തിനകത്ത് ഉപയോഗിച്ച ഒരുപാട് പ്രോപ്പർട്ടീസ് എറണാകുളത്തുള്ള വളരെ പ്രായമുള്ള ഒരാൾ ഒരു പഴയ ഇല്ലവും മനയെല്ലാം പൊളിച്ച് അത് പീസാക്കി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അവിടെ നിന്നായിരുന്നു മണി സുചിത്ര
ആ ഡയറക്ടർ ഈ പടത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് എടുത്തതെന്ന് അറിഞ്ഞിട്ട് അയാളുടെ വീട്ടിൽ പോയി. അപ്പോൾ അയാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 3 നില വീടിൻ്റെ മുറ്റം മുഴുവനും ടർപ്പോളായിട്ട് പന്തൽ പോലെ ആക്കിയിട്ട് കുറേ ആശാരിമാരിരുന്നിട്ട് പൊളിച്ച മനയുടെ പല ഭാഗങ്ങളൊക്കെ അഴിച്ചു മാറ്റുന്ന സീനാണ് കണ്ടത്. അപ്പോൾ ഈ 3 നിലയിലും കംപ്ലീറ്റ് ഈ ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പോലെ ആൻറ്റീക്സ് പീസുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പോൾ അയാളുടെ പെർമിഷൻ എല്ലാം വാങ്ങിച്ചിട്ട് ഇത് മൊത്തം കയറി കണ്ടു കഴിഞ്ഞപ്പോഴാണ് മണിച്ചിത്രത്താഴ് എന്താണെന്ന് മനസ്സിലായതും ആദ്യമായിട്ട് കാണുന്നത്. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ബ്രാസിൻ്റെ തിളക്കമുള്ള മണിച്ചിത്രത്താഴുകളായിരുന്നില്ല അവിടെ കണ്ടത്. തുരുമ്പെടുത്ത ഇരുമ്പിൽ ചെയ്ത ഒരുപാട് വർഷം പഴക്കമുള്ള തടിയിൽ നിന്നൊക്കെ പറിച്ചെടുത്ത ഒടിഞ്ഞ പീസുകളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കുറേ മണിച്ചിത്രത്താഴുകളാണ് അവിടെ കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ഷേപ്പുള്ളൊരു സാധനം എടുത്തുകൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് തുരുമ്പെല്ലാം മാറ്റി അതിൻ്റെ പുറത്ത് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് സൂര്യ ജോണിൻ്റെ സ്റ്റുഡിയോയിൻ്റെ മതിലേൽ പിടിച്ചിട്ട് ഒരു 430 വൺ സൈഡ് ലൈറ്റിൽ അതിൻ്റെ പ്രൊജക്ഷനൊക്കെ വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുത്തിട്ടാണ് ഈ ടൈറ്റിലിൻ്റെ പിൻപിൽ അത് പ്ലേസ് ചെയ്തത്. പക്ഷേ അതൊരു വലിയ ട്രെൻഡായിട്ട് മാറുമെന്ന് അന്ന് വിചാരിച്ചില്ല. അതിനുശേഷം എത്രയോ വലിയ വീടുകളുടെ 31 വർഷം മുമ്പ് മുതൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഈ ഫർണിച്ചറും ആക്സസറീസൊക്കെ വിൽക്കുന്ന കടകളിൽ ബ്രാസിൻ്റെ മണിച്ചിത്രത്താഴ് കണ്ടു. ഞാനിന്നിപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വരുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ മെയിൻ ഡോറിൽ മണിച്ചിത്രത്താഴ് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം അതൊരു നിമിത്തം പോലെ തോന്നി. എന്താണേലും ഈ ചിത്രത്തിൻ്റെ പോസ്റ്റേഴ്സ് ചെയ്യാനും ഇതിൽ പങ്കാളിയാകാനും അവസരം ഉണ്ടാക്കി തന്ന അപ്പച്ചൻ സാറിനോടും സോമനോടും ഫാസിൽ സാറിനോടും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞു കൊള്ളുന്നു. സംസാരിച്ചവരെല്ലാവരും ചെയ്യണം. പക്ഷെ ഇവർക്കൊക്കെ ഒരു സംശയമുണ്ട്. രണ്ടാമത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു സംശയമുണ്ട്. കാരണം അത് അവരെ സംശയിക്കുന്നതിന് അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അന്ന് സുരേഷ് ഗോപി കല്യാണത്തിന് കണ്ടപ്പം പിന്നെ ഞാനങ്ങനെ പറഞ്ഞു, ഞങ്ങളിങ്ങനെ നകുലിനെ വീണ്ടും നടക്കും അപ്പം ചേട്ടാ അതല്ല എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. അത് ആ ചോദിച്ചതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് നടക്കില്ലായിരുന്നു. കാരണം ഈ ഞാൻ മറ്റോരോ തിരക്കുകളാണ്. ഒരു മണിച്ചിത്രത്താഴ് 31 കൊല്ലമായി, അതേപോലെ ഗോഡ്ഫാദർ ഉണ്ട്. ഇത് രണ്ടാമത് ചെയ്യണം. ഇപ്പോൾ സ്പടികം വന്ന് കണ്ടപ്പോൾ നമുക്കിങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒന്ന് ആലോചിച്ചാലും ആ ആലോചന നേരം വിളിക്കുമ്പോൾ ഉണ്ടാകില്ല. പക്ഷേ ഇത് അദ്ദേഹം സോമേട്ടനെ എന്നെ നിർബന്ധിച്ച് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം സിനിമയിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് എന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയാണ്. എല്ലാ സിനിമയും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് 500 സിനിമകളുടെ നെഗറ്റീവായിരിക്കുന്നത്. എൻ്റെ അടുത്ത് കൂടി വന്നാൽ പരമാവധി വരെ അത്ര സിനിമകളൊന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ ഇദ്ദേഹം അത് പഠിച്ച വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന് ധൈര്യമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ആ ചോദ്യം അങ്ങ് ചോദിച്ചത് ശരിയാണ്. ഈ അവരിങ്ങനെ ചോദിച്ച് എപ്പോഴും നടക്കുമെന്നുള്ളത് ഇപ്പോഴാണ് യാഥാർത്ഥ്യമായത്. ഇനിയിപ്പോൾ അവരെന്നെ എന്തായാലും എന്നോട് സാധിക്കും. എല്ലാവർക്കും ഒരു സിനിമ നമ്മൾ ബേസിക്കലി ഉണ്ടാക്കുന്നത് എന്താണ്? ഒരു ആർട്ടിസ്റ്റ് ആയാലും ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും ടെക്നീഷ്യൻ ആയാലും അതിൻ്റെ പരസ്യം സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കണം, ജനങ്ങൾ കാണണം. സിനിമയുടെ ബേസിക് എന്താണ്? ഏത് സിനിമ ആയിക്കോട്ടെ ജനങ്ങൾ കാണണം. അത് അപ്പം നമ്മൾ രണ്ടാമത് വീണ്ടും പുതിയ തലമുറയ്ക്ക് ഇവിടെ മുമ്പിലേക്ക് വരികയില്ല. അപ്പം ഇതിനോട് പിന്നെ ഇതിൻ്റെ ഡയറക്ടർക്കും എല്ലാവർക്കും അതേപോലെ ആർട്ടിസ്റ്റും എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമല്ലേ. അതിലാർക്കും നടക്കണം എന്നുള്ള കാര്യമേ ഉള്ളൂ, നടത്തണം. അപ്പോൾ ദൈവം ചോദിച്ചപ്പം നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ളവരും ജനങ്ങളെ അറിയിക്കുക. അതിന് ജനങ്ങളെ അറിയിക്കുക അങ്ങനെ ചോദിച്ചാൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുക. അതാണ് ഇപ്പോൾ നടക്കുന്നത്.
ഇല്ല, അന്നത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫാസിൽ സാറിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ 11 സിനിമകളാണ് എൻ്റെ കയ്യിൽ കൂടെ വന്നിരിക്കുന്നത്. 11 സിനിമകൾ. ഞാൻ ആലപ്പുഴയ്ക്ക് കോഴിക്കോട് നിന്ന് ഞാൻ ഇപ്പോഴും പറയാറുള്ളത് പറഞ്ഞ് എല്ലാവർക്കും അറിയാം, സ്റ്റേറ്റ് ബസ്സിൽ സിനിമ പിടിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അതിനെ പ്രൊഡ്യൂസറായിട്ടൊന്നും കണക്കാക്കിയിട്ടില്ല. കാരണം അങ്ങനെയാണല്ലോ, സിനിമയിലേക്ക് വരുന്ന ആൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞൊരു ബഹുമാനം കിട്ടും, വല്ല ചാൻസ് ചോദിച്ചു വന്ന ആളെന്നായിരിക്കും അദ്ദേഹം വിചാരിക്കും. കുഴപ്പമായിട്ടില്ല കേട്ടോ പറഞ്ഞു. അങ്ങനെ നിരന്തരമായിട്ട് ഒരു 1.5 വർഷം ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് എന്നെ അത് അഡ്മിറ്റ് ചെയ്ത് പ്രൊഡ്യൂസറാക്കിയത്. ദേശം 11 സിനിമകൾ ചെയ്യാൻ വന്നു. അപ്പം അങ്ങ് ചോദിച്ച പോലെ ഇത് അന്ന് ഇതുപോലെ ഓടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആർക്കും ഓടും എന്നൊരു സിനിമ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കൊല്ലം ഓടുന്നു, 31 വർഷം രണ്ടാമത് വരുന്നു, അങ്ങനത്തെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഫാസിൽ എന്ന സംവിധായകൻ സാധാരണ സംവിധായകന് വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കളോ മാമോട്ടി കുട്ടിയെന്നോ നോക്കത്തോ ദൂരത്തോ ഒക്കെ ആക്കി സിനിമ കണ്ടിട്ട് ഞാൻ ഈ ചെറുപ്പത്തിൽ സിനിമ പിടിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ഡയറക്ടറാണ് അദ്ദേഹം മാത്രം. അത് അവസാനം എല്ലാ സിനിമയും കഴിഞ്ഞപ്പോൾ നോക്കത്താ ദൂരത്ത് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ചെല്ലുന്നത്. അതെന്നെ ചെല്ലാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടത് മാത്രമല്ല, ഞാൻ ഇപ്പോഴും നിങ്ങളോടൊക്കെ സാക്ഷ്യത്തിൽ പറയുന്നു, നമ്മളൊന്നും വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തിട്ടില്ലാത്ത നോക്കത്താ ദൂരത്തുള്ള സിനിമയുടെ ക്ലൈമാക്സ് എന്താണ്? പുറത്തെ വാതിൻ്റെ ഒരു കോളിംഗ് ബെല്ല് പിടിപ്പിക്കുക. ആ കോളിംഗ് ബെല്ലിന് പിന്നെ എത്ര കാലത്തേക്കുള്ള ചരിത്രമുണ്ട്. അത് അന്നും ഇന്നും പ്രേക്ഷകരത് വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്താണ്? കോളിംഗ് വിളിച്ച് പടം തീർന്നു, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിന്തിച്ചു നോക്കിക്കേ, എന്നെങ്കിലും വരും. അത് വലിയൊരു ഡയറക്ടറൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം കഥ തിരക്കൽ സംവിധാനം എൻ്റെ സിനിമയല്ല, അതെങ്ങനെയാണ് ചിന്തിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടു, എൻ്റെ ഡയറക്ടർ ഫാസിൽ സാറായി. ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ തുറന്നു പറയുകയാണ് എന്തുകൊണ്ട് ഫാസിൽ സാറിനെ തോന്നി. ഇപ്പം അങ്ങ് ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു മറുവശമുണ്ട്, ഇത് സിനിമ ഓടുമെന്ന് തോന്നിയായിരുന്നു ചോദിച്ചപ്പോൾ അതിൻ്റെ മറുവശമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഓടുമെന്ന് എനിക്ക് തോന്നിയതിന് കാരണമാണ് ഫാസിൽ എന്ന ഡയറക്ടർ. അത് ചില സിനിമകൾ അദ്ദേഹത്തിൽ പരാജയപ്പെട്ടുകൊണ്ടായിരിക്കും. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒരു സിനിമ പരാജയപ്പെടുന്ന ഒരിക്കലും കഥയുടെ കുഴപ്പം മാത്രമല്ല, കാസ്റ്റിംഗ് വേണം, അതിൻ്റെ പല കാര്യങ്ങളുണ്ട്. സിനിമകളൊക്കെ അറിയാലോ, അത് ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത് ഒരു അതുല്യ ഡയറക്ടറാണ്. മണിച്ചിത്രത്താഴ് മാത്രം അവകാശപ്പെടാൻ പറ്റാവുന്ന ഒരുപാട് പ്രത്യേകതകൾ ആ കാലത്തെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് സെക്കൻഡ് യൂണിറ്റ് വന്ന സിനിമ മണിച്ചിത്രത്താഴായിരുന്നു. അതുപോലെ കൃത്യമായൊരു വില്ലനോ കൃത്യമായൊരു നായകനോ ഇല്ലാത്ത സിനിമയായിരുന്നു. ആദ്യമായിട്ട് ആ വിധത്തിലൊരു സൗണ്ട്സ്കേപ്പ് എക്സ്പ്ലോർ ചെയ്ത സിനിമയായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ഇത്രയും കാലം എടുത്തതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ബോധപൂർവ്വം ഉണ്ടായിരുന്നു, അതോ ഈ സബ്ജക്ട് ഇത് ഡിമാൻഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തതായിരുന്നു? അങ്ങനെ ചെയ്തല്ല. ഈ വേറെ രണ്ടിപ്പോൾ സിദ്ദീഖ് ലാല്, സിബി മലയില്, പ്രിയദർശൻ ഒക്കെ ഡയറക്ടറായിട്ട് വന്നു. അതിന്റെ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ 3 വർഷം എടുത്തു. ഫാസിൽ സാറ് 3 മുട്ട കൂടെ. ഇതിനിടയ്ക്ക് ഞാനുണ്ട്. ഞങ്ങളൊക്കെ ഒന്ന് തെരുതിരെ പെടസുണ്ടാപ്പൂസ് അങ്ങനെ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ സൂര്യപുത്രിക്കൊക്കെ സിനിമ. അപ്പോൾ ഈ നവംബർ 1-ാം തീയതിയാണ് 1993 നവംബർ 1-ാം തീയതിയാണ് സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരം പത്മനാഭപുരം പാലസിൽ തുടങ്ങുന്നത്. ഫുൾ സ്ക്രിപ്റ്റ് റെഡിയാണ്. അപ്പോൾ ഫാസിൽ സാറ് നിർബന്ധം എന്നെ വിളിച്ചിട്ട് അപ്പച്ചാൽ ഈ സിനിമ നമുക്ക് ഈ കൊല്ലത്തെ നാഷണൽ അവാർഡിന് അയച്ചേ പറ്റുള്ളൂ. നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് അയക്കണമെങ്കിൽ ഡിസംബർ 31 മുമ്പ് സെൻസർ ചെയ്ത് സെൻസർ സർട്ടിഫിക്കറ്റ് വേണം. പടം നിങ്ങൾ പിന്നെ റിലീസ് ചെയ്താലും കുഴപ്പമില്ല, സെൻസർ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ എത്ര ദിവസമുണ്ട്? നവംബർ ഡിസംബർ 60 ദിവസം. 60-ാം ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് വേറെ മാർഗമാണ്. അപ്പോൾ ഒരു ഡയറക്ടർ തന്നെ എടുത്ത തീരുവില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്, അദ്ദേഹം തന്നെയാണ് പ്രിയാവ, സിബി മേടിച്ചു, പിന്നെ സിദ്ദീഖ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് നമ്മൾ. അങ്ങനെ പിന്നെ ഇതിൻ്റെ അധികം ഭാഗം ചിത്രീകരിക്കേണ്ടത് തിരുവനന്തപുരം പത്മനാഭപുരം പാലസാണ്. പിന്നെ അവിടെ ഒരു പ്രശ്നം വന്ന കാരണമാണ് ഞങ്ങൾ തൃപ്പൂണിത്തുറ പാലസിലേക്ക് കുറച്ച് വന്നത്. അപ്പം ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്. ഇന്ന് എടുക്കേണ്ട കാര്യങ്ങളോ 4 പേര് എടുത്തിട്ട് പ്രിയ ഇതെടുക്ക്, സിബി ഇതെടുക്ക്, സിദ്ദീഖ് നീ ഇതെടുക്കും, സിദ്ദീഖ് അങ്ങനെ വീതിച്ചു കൊടുക്കും. അപ്പം വേണു പിന്നെ ആനന്ദപ്പെട്ട ക്യാമറമാൻ അവരൊക്കെ നമുക്ക് അങ്ങനെ എടുക്കുക. അപ്പം അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട്, അങ്ങനത്തെ ഒരു ലൊക്കേഷനും ഉണ്ട്, അങ്ങനത്തെ ഒരു കഥയുമാണ്. പക്ഷേ ആവശ്യം എന്താണ്? ഡിസംബർ 30 സെൻസർ അതിന് മുമ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഡിസംബർ 21-ാം തീയതി സെൻസർ ചെയ്തു. 21-ാം തീയതി ക്രിസ്മസ് ആണല്ലോ, ഫെസ്റ്റിവലാണല്ലോ. അങ്ങനെയാണ് ഡിസംബർ റിലീസ് ചെയ്ത് 1 വർഷം കൂടി. നാഷണൽ അവാർഡ് ഇതിന് നാഷണൽ അവാർഡ് എവിടെയെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ ശോഭയ്ക്ക് കിട്ടുന്നോ
ഒന്നല്ല വിചാരിച്ചത്. ഒരു നാഷണൽ അവാർഡ് ഈ സിനിമയ്ക്ക് ഉറപ്പിക്കാൻ, മൊത്തത്തിൽ സിനിമയ്ക്ക് ഉറപ്പിക്കാനുള്ള വരും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്ന് ഉണ്ടായിരിക്കും. ദൃഢമായിട്ട് അദ്ദേഹത്തിന് ഉറപ്പിച്ചു, അത് സക്സസ് ആയി. അതാണ് എൻ്റെ ഒരു കാര്യം. ഇപ്പൊ ഇതിന്റെ ഒരുപാട് റീമേക്കുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ തമിഴിലെ ചന്ദ്രമുഖി, കന്നഡയിലെ അപരിചിതു, ഇപ്പൊ പ്രിയദർശൻ തന്നെ ചെയ്തിട്ടുള്ള പോലുവിലയ്യ, ഇതൊക്കെ കാണുമ്പോൾ മലയാളിക്ക് പൊതുവെ ഒരിക്കലും പല കാര്യങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. ഇപ്പോൾ അതിലെ മെയിൻ ക്യാരക്ടറിനെ നാഗവല്ലിനെ പോർട്രേ ചെയ്ത വിധമൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യലി മണിച്ചിത്രത്താഴ് തന്നെയാണ്. അതിനൊന്നും ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് വല്ല ഉൾക്കൊള്ളാൻ പറ്റാറില്ല. അഭിനയ സാറിന് അത് കാണുമ്പോൾ മണിച്ചിത്രത്താഴിന് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നിയ വേർഷൻസ് ഉണ്ടോ? സത്യമാണ് എന്ന് പറഞ്ഞാൽ വളരെ സത്യം. കാരണം അത് വെച്ചാൽ അത് ശോഭനയെ പോലുള്ള നടിയിൽ ഇന്ത്യയിലെ ദ ബെസ്റ്റ് ആക്ട്രസ് നാഷണൽ അവാർഡ് ശങ്കർദയാൽ ശർമ്മയുടെ കയ്യിൽ വിജ്ഞാൻ മോഹൻ അനൗൺസ് ചെയ്ത് വാങ്ങിച്ചതിൻ്റെ കാര്യം അത് തന്നെയാണ്. ശോഭന ബെസ്റ്റ് ആക്ട്രസ് അല്ലേ നമ്മുടെ മലയാളത്തിൽ. അവരൊക്കെ ശോഭനയുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുക അഭിനയത്തിന് വേണ്ടിയിട്ട്, ഡാൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഡാൻസ് ക്ലൈമാക്സ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പം അത് വേറെ ആര് ചെയ്താലും, വേറെ ഏത് ആർട്ടിസ്റ്റ് ചെയ്താലും അത്ര വരില്ല ഒന്നത്. പിന്നെ ഈ കഥയുടെ മർമ്മം, ഒരു കഥയ്ക്കൊരു മർമ്മം. ഈ മർമ്മം ഇപ്പോൾ തമിഴിൽ പി വാസു രജനീകാന്ത് ചെയ്ത സിനിമ ഭയങ്കര ഹിറ്റാണ്. ചന്ദ്രമുഖി ഭയങ്കര ഹിറ്റാണ്. തെലുങ്കിലും ഭയങ്കര ആത്മമിത്ര ഭയങ്കര ഹിറ്റാണ്. ഫുൾ ഫുലേക്ക് പ്രിയദർശൻ ചെയ്തതൊക്കെ ശരി അത്രമാനം പോയിട്ടില്ല. മൂന്നിലാം എന്നാൽ ഹിറ്റാണ്. ഈ കഥയ്ക്കൊരു മർമ്മം, ഒരു മർമ്മം കിടപ്പുണ്ട്. അത് മർമ്മം ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കാൻ ഈ ഡയറക്ടർമാർക്ക് കഴിഞ്ഞ അവരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ. അവർ സിനിമ കണ്ടു, ആ സിനിമ അതിൻ്റെ ഒരു അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മർമ്മം, അതാ ഫാസിൽ സാറിനെ പോലെ മനസ്സിലാക്കിയ ഒരു ഡയറക്ടർ ഇല്ല. അതായത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മോഹൻലാൽ ഒരു 10 മിനിറ്റോളം നേരം പറയുന്ന ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത്. ഗംഗ എന്ന മാനസിക രോഗി എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നുണ്ടല്ലോ. അത് തിയേറ്ററിൽ ഫാസിൽ സാർ എന്നൊരു ഡയറക്ടർ, മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ. ഇപ്പോൾ മോഹൻലാൽ നമുക്കൊക്കെ പറഞ്ഞാൽ നിൽക്കുക, അല്ലാതെ സുരേഷൊക്കെ പറഞ്ഞാൽ അങ്ങനെ നിൽക്കുക. അല്ലാണ്ട് ചെറിയൊരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല. അതിൻ്റെ കാസ്റ്റിംഗ് കൂടെ പറയണം. അത് ജനങ്ങൾ കൺവിൻസ് ആകണ്ടേ? അതല്ലേ സിനിമ എന്ന് പറയണം. നമ്മളങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കസേരയിലിരിക്കുകയല്ല. ഇത് മോഹൻലാൽ പറയുന്നത് നമ്മളിങ്ങനെ കണ്ണ് വെക്കാതെ നോക്കി നമ്മുടെ മനസ്സിൽ കയറി തലച്ചോറിൽ പോയി വർക്കൗട്ടായിട്ട് ഇരുന്നാലേ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഫാസിൽ സാറിനാണ് എങ്ങനെ ചെയ്യണം. അദ്ദേഹം എഴുതി വെച്ച ഡയലോഗുകളല്ലേ അത്. അദ്ദേഹം എഴുതി വെച്ച് ഇങ്ങനെ പറയാം. അത് വായിച്ചു നോക്കിയിട്ട് ഒരു എത്ര വലിയ ഷോട്ടാണ് ആ ഷോട്ട് ഒക്കെ മോഹൻലാൽ അതേപോലെ പഠിച്ചു ഉൾക്കൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പറയല്ലേ. ഡോക്ടർ സണ്ണിയായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞില്ലേ. അതൊക്കെ അത്രയും മാറാൻ അന്യഭാഷയിലുള്ള ആൾക്ക് ഉൾക്കൊള്ളാൻ അവരുടെ ആർട്ടിസ്റ്റുകൾ മോശം നല്ല പറയുക ആയിരിക്കാം. അതാണ്. അതുപോലെ നമുക്ക് തമിഴിലെ നാഗവല്ലിയിലെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സങ്കടമോ അല്ലെങ്കിൽ ചിരിയൊക്കെ വരും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് മലയാളികളുടെ മഹിമ. മലയാളികളുടെ മഹിമ ഞാൻ വീണ്ടും പറയുന്നു. നമ്മുടെ ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് എവിടെ പോയി നിൽക്കുന്ന ആർട്ടിസ്റ്റ്. നമ്മൾ നെടുമുടി വേണുവിനെ പോലത്തെ ആർട്ടിസ്റ്റ്. എന്താണ് ആർട്ടിസ്റ്റ്? മരിച്ചുപോയി. തിലഞ്ചേട്ടൻ ഓർക്കാൻ നമുക്ക് വേദന തോന്നും. നമ്മുടെ ഫിലോമിനെ ചോദിച്ചാൽ അതുപോലത്തെ ആർട്ടിസ്റ്റ് നമുക്കൊക്കെ അവർ തോന്നും. ശങ്കരാടി ചേട്ടൻ, ഉടുവി ഉണ്ണികൃഷ്ണൻ, എന്താണ് ഇവരൊക്കെ എന്നറിയാമോ? എത്ര നൈസർഗികമായിട്ടാണ് അവർ അഭിനയിക്കുന്നത്. നമ്മളെല്ലാവരും അന്യഭാഷ സിനിമ നടത്തിയിരുന്നത് നമ്മൾ കൊണ്ടുവരും. മലയാളികൾ ആ കാര്യത്തിൽ നമുക്ക് മലയാള ഭാഷയ്ക്കും മലയാളത്തിന് കിട്ടിയ ഭാഗ്യമാണത്, വിധിയാണത്. അതാണ് നമ്മുടെ സിനിമകൾ. ഏത് സിനിമ റീമേക്ക് ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ അവിടെയുള്ളവർക്ക് ഇത് കാണാത്തത് കാരണം, ഇത് ആസ്വദിക്കാത്ത കാരണം അവർക്കത് ഓക്കെ ആയിരിക്കും. കാരണം ഇതിൻ്റെ ഒരു 30% ഉണ്ടാവുള്ളത്. പക്ഷെ അവർക്കത് ഓക്കെ ആയിരിക്കും. നമുക്കത് അത്രയും ആസ്വദിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ. സുരേഷ് ഗോപി എന്ന നടന മനുഷ്യനൊക്കെ വലിയ ചർച്ചയാവുന്ന സമയമാണ് ഇപ്പോൾ. മണിച്ചിത്രത്താഴിന്റെ ക്ലൈമാക്സിലും സുരേഷ് ഗോപിയുടെ വല്ലാത്തൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഡമ്മി തിരിച്ചിട്ട് വെട്ടുന്നത് സുരേഷ് ഏട്ടൻ പറഞ്ഞൊരു ഐഡിയ ആണ്. തിരിച്ചിട്ട് വെട്ടിക്കൂടെ എന്ന് പാച്ചിക്കോട് ചോദിച്ചത് സുരേഷ് ഏട്ടനൊന്ന് കേട്ടിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് അവർ ഡയറക്ടറും ഞാൻ ആ സമയത്ത് എനിക്കത് കറക്റ്റായിട്ട് എൻ്റെ കാതിൽ കേട്ടിട്ടില്ല. അതൊക്കെ ഞാനും അങ്ങേപ്പോലെ തന്നെ ഞാനും വായിച്ചിട്ടും. അപ്പം ഞാൻ കേട്ടിട്ട് അങ്ങനെ പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഇതിലേക്ക് കാസ്റ്റിംഗായിട്ട് ലാലേട്ടനൊക്കെയാണ് അത് തീരുമാനിച്ചല്ലോ. അപ്പോൾ സാറൊക്കെ ആയിട്ട് ലാലേട്ടനായിട്ട് ഈ സിനിമ സബ്ജക്ട് സംസാരിക്കുന്നുണ്ട്. ആദ്യം ഈ തുടക്കത്തിൽ അന്ന് മോഹൻലാൽ എന്ന വ്യക്തി പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയിൽ വരും? അല്ല, മോഹൻലാലിനെ സംബന്ധിച്ച് കഥ കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പാച്ചയുടെ കഥ കേട്ട് കഴിഞ്ഞാൽ
ഞാനൊന്നും വന്ന് ഇഴുകി ചേരുകയാണ്. പുള്ളിയുടേതായ സിനിമയായിട്ട് ആകെപ്പാടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലിങ്ങനെ തട്ടി നിൽക്കുന്നത്. അതിലൊരു ഡോക്ടർ സണ്ണിയുടെ ഒരു ചുവന്ന അതിനുള്ള ഒരു ഷർട്ടുണ്ട്. എന്നെ ലാസ്റ്റ് പോകാൻ നേരത്തിനോട് ചോദിച്ചു, തമാശയ്ക്ക് ചോദിക്കാൻ നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഷർട്ട് ഞാൻ എടുക്കുക കേട്ടോ. എല്ലാ ഷർട്ടും എടുത്തോളം പറയില്ല നമ്മൾ, അത് മാത്രമാണ് ഓർമ്മയിൽ നിൽക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത്. അത് ഇഷ്ടം കൊണ്ട് എടുത്തതായിരിക്കും, ചോദിച്ചതായിരിക്കും. അത് പുള്ളി വേറെ എവിടെ ഞാൻ ഇട്ട് കണ്ടിട്ടൊന്നും ഇല്ലാതെ അത് ഒരു ഇഷ്ടം പുള്ളി തോന്നിയത് എടുത്തത്. ഫാസിൽ സാറ് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ അങ്ങയുടെ മനസ്സിൻ്റെ ഗുരുനാഥനല്ലേ ഫാസിൽ സാർ. അപ്പം ഫാസിൽ സാറിന് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ചേർന്നിന് അദ്ദേഹം പറയുന്ന പോലെ ചെയ്യാമെന്നല്ലോ. ആകെപ്പാടെ എനിക്ക് ഡബിങ് സമയത്ത് ആ മോഹൻലാലിൻ്റെ നമ്പർ 9 മിനിറ്റുള്ള ആ ഡയലോഗ് ഡബ് ചെയ്ത് പോയതിന് ശേഷം രാത്രി 7 മണിയായി. ഞങ്ങൾ ജോയി തിയേറ്ററിലാണ് ഡബ് ചെയ്തത്. രാത്രി വന്നു കഴിഞ്ഞാൽ ഫാസിൽ സാറിന് ടെൻഷൻ, അത് ശരിയായിട്ടില്ല. ഉടനെ ഫാസിൽ സാർ അവിടുന്ന് ലാലിന് പിന്നെ ബാബുഷാർ വന്ന പ്രൊഡക്ഷൻ കൺട്രോൾ ബാബു ജോയി സ്റ്റുഡിയോ രാവിലെ 7 മണിക്ക് ഞങ്ങൾ വരും, ഒന്നുകൂടെ 2 മണിക്കൂർ നേരത്തേക്ക് ജോയി സ്റ്റുഡിയോ വേണമെന്ന് പറഞ്ഞു. ഈ ഡബിങ് തിയേറ്റർ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ലാലിനെ വിളിച്ച് ഫാസിൽ സാർ പറയുകയാണ്, ലാലെ രാവിലെ 7 മണിക്ക് ഡബിങ് തിയേറ്ററിൽ വരണം. ലാല ചെയ്ത ആ പോർഷൻ ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്, എനിക്കത് തൃപ്തിയായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് ഞങ്ങളെ കുറിച്ച് അങ്ങനെ വീട്ടിൽ താമസിക്കുന്ന മദ്രാസിൽ എനിക്കൊരു കുഴപ്പം തോന്നില്ല, നമ്മൾ കണ്ടാണ്. അല്ലെങ്കിൽ അത് ശരിയായിട്ടില്ല വരട്ടേന്ന് പറഞ്ഞു. രാവിലെ 7 മണിക്ക് ലാല് കറക്റ്റായിട്ട് വന്ന് ഞങ്ങളൊക്കെ 6:45 ചെന്നൊക്കെ ആ ഭാഗം ഇട്ടു, സ്ക്രീനിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ലാലിങ്ങനെ ഡബ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിപ്പുണ്ട്. പക്ഷേ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്കൂട്ടിയെ പോലെ തന്നെ പാസ്സാൻ എടുത്തിരിപ്പുണ്ട്. ഞാൻ കൊണ്ട് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ പാസ്സാർ പറഞ്ഞു, കുഴപ്പമൊന്നും ഇല്ലെന്നാണോ തോന്നുന്നത്? അപ്പോൾ ഞാൻ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, പച്ചയ്ക്ക് പറഞ്ഞാൽ വീട്ടിൽ ചെയ്യാമെന്ന്. എനിക്ക് അതിനുശേഷം കുഴപ്പം തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ വേണ്ട എന്ന് പറഞ്ഞു. ആദ്യം ഫസ്റ്റ് ഡബ് ചെയ്ത് തന്നെയാണ് ഇപ്പോഴും സിനിമയിൽ കിടക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ലാലത് പ്രസൻറ്റ് ചെയ്തത്. അങ്ങനത്തെ ആ ഒരു ഓർമ്മയാണ് എൻ്റെ ഓർമ്മകൾ. അത് ഈ ഗോഡ് ഫാദർ എന്നുള്ള സിനിമയും അടുത്ത് വന്നതാണ്. ഇതിൻ്റെ ഒപ്പം മണിച്ചിത്താഴ്, ഗോഡ് ഫാദർ, മണിച്ചിത്താഴ്, ഈ ഓരോരോ സിനിമയുടെ ലാഭങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാം, നിർമ്മാണവും വിതരണവും അടക്കം 40 സിനിമകളാണ് ചെയ്തത്. 40 സിനിമകൾ ചെയ്തു. ഇപ്പോൾ ഒരു സിനിമയുടെ കണക്ക് പറയുന്നത് മൊത്തത്തിൽ ഞാൻ പറയാം. അതാണ് നമുക്ക് ഒരു സിനിമ ചെയ്താൽ ഇപ്പം മണിച്ചിത്താഴ് ലാഭം കിട്ടിയ തൊട്ടടുത്ത് വന്ന സിനിമ മാനത്തെ വെള്ളിത്തരാം. അപ്പം അതിൻ്റെ 3/4 ഭാഗം പോയി കിട്ടിയ. അപ്പോൾ ഈ എല്ലാവരും നഷ്ടം വെച്ച് ആരും ചോദിക്കരുത്. നഷ്ടമല്ല. അപ്പം ഞാൻ മൊത്തത്തിൽ പറഞ്ഞുതരാം, അതിൽ നമുക്ക് കൗതുകം. ഞാൻ മൊത്തം മലയാള സിനിമയിൽ വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല, സ്റ്റേറ്റ് ബസ്സിൽ കയറി ആലപ്പുഴയ്ക്ക് പോയതാണ്. ഈ സിനിമയുടെ ഭ്രാന്ത് പിടിച്ചിട്ട് പോയതാവട്ടെ, വേറെ ഒന്നും ആയിട്ടില്ല. എനിക്ക് സിനിമ ഒരു പാഷനാണ്. ഇപ്പോഴും എനിക്കതിൽ സിനിമ ചെയ്യണം, സിനിമയാണെന്ന് ഇപ്പോഴും കിടക്കുന്നത്. പക്ഷെ ഇപ്പോഴെന്താ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കാണുന്ന ചിലപ്പോഴത്തെ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു കുറ്റമായിട്ട് സിനിമ ഞാൻ പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഹീറോ ആയിരിക്കും ഡയറക്ടർ. അയ്യോ അയാൾ എന്നെ ഇതിൽ വെച്ച് പല സിനിമകളും എനിക്ക് സ്വർഗ്ഗചിത്ര എന്ന് പറഞ്ഞാൽ അങ്ങ് ഉദ്ദേശിച്ചിട്ട് സ്വർഗ്ഗചിത്ര ഒരു ബാനർ വെയിറ്റ് ഉണ്ട്. ഫാമിലിക്കൊക്കെ കണ്ണും കൂട്ടി ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ അന്തസ്സായിട്ട് കണ്ടിട്ട് പോകാം. പിന്നെ നമുക്ക് ഈ ബാനറിന് ഒരു വെയിറ്റ് പുറത്ത് വരുന്നതാണ് എനിക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. പിന്നെ ഞാനിങ്ങനെ ഈ സാധാരണ റോട്ടിൽ കൂടെ നടന്നു പോണ ആളാണ്. ആരെങ്കിലും വന്നിട്ട് സാറേ ആ പൈസയും കൊണ്ട് തിരിച്ചു തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാണ്. സിനിമ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ചോദിക്കില്ല. അപ്പോൾ അതും എനിക്കൊരു വിഷമമാണ്. നഷ്ടം വരാതെ ഓടിനെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നൊരു സിനിമ എടുക്കുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ മൊത്തം ലാഭത്തിലേക്ക് 40 സിനിമയിൽ 25 സിനിമകൾ ഹിറ്റാണ്. 2 സിനിമകൾ റെക്കോർഡാണ്. ഒന്ന് ഗോഡ് ഫാദറും മണിച്ചിത്രത്താഴ്. അതായത് 100 ഒരു വർഷത്തിൽ ഓടിയ സിനിമകൾ 4 ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ചിത്രം, മറ്റേത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ഒന്ന് ഗോഡ് ഫാദർ, ഒന്ന് മണിച്ചിത്രത്താഴ്. അത് ദൈവം സഹായിച്ച് 2 എനിക്ക് ഫാസിൽ സാറും സിദ്ദീഖാരും കൂടി സമ്മാനിച്ചതാണ്. അപ്പോൾ അതടക്കം വന്നാൽ 4 സിനിമകൾ റെക്കോർഡ്, ഈ 25 സിനിമകൾ ഹിറ്റ് ലാഭം കിട്ടുക. 15 സിനിമകളിൽ ഒരു 7 സിനിമ മുതൽ കിട്ടി പിരിഞ്ഞതാണ്. ഒരു 8 സിനിമ ഡിസാസ്റ്ററും 8
അപ്പം മൊത്തത്തിൽ കേട്ടിയാൽ മൊത്തത്തിൽ സിനിമ ദൈവം സഹായിച്ചിട്ട് അതാണ് ഇപ്പം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കൂലേ. ഏറ്റവും ഏറ്റവും ഗോഡ് ഫാദർ മണിച്ചിടത്താണ്. ആ ഉണ്ട്. അനീതിപ്ര നന്നായിട്ട് ഓടിയ സിനിമയാണ്. അനീതിപ്ര ഓടിയ സിനിമ. എങ്ങനെ മുതൽ മുടക്ക് കൂടിയ സിനിമകളൊക്കെ പൊട്ടിപ്പോയ സിനിമകളാണ്. പ്രജ മുതൽ മുടക്ക് കൂടുതലല്ലേ, ഡിസാസ്റ്റർ. പിന്നെ ഏറ്റവും കൂടുതൽ മുതൽ വന്ന സിനിമ എനിക്ക് തോന്നുന്നു പ്രജയായിരിക്കില്ലേ, അന്നത്തെ കാലത്ത് പ്രജയായിരിക്കും. അത് ഞാൻ വളരെ ആഗ്രഹിച്ച് ചെയ്ത സിനിമയാണ്. ജോഷിയേട്ടനും രഞ്ജി പണിക്കരൊക്കെ എത്ര കഷ്ടപ്പെട്ടതാണ്. പക്ഷെ ആ സിനിമ എനിക്കറിയില്ല എന്താണ് ആ സിനിമയിൽ ഇപ്പോഴും ഞാൻ പറയുന്നു. ഞാൻ ഇത്ര നേരം ഒന്നും നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്നുകൂടെ എനിക്ക് വേണ്ടി കാണുന്നത് NF വർഗീസും മോഹൻലാലുമായിട്ടൊരു സീനുണ്ട്, ഹേ റാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും അത് ദിവസം അത് വന്നാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എന്തൊരു പെർഫോമൻസ് ആണ് മോഹൻലാൽ ചെയ്തത്. ജോഷിയേട്ടൻ ഇങ്ങനെ നിർത്തുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ലാലിനെ കെട്ടിപ്പിടിച്ച് ഇവിടെ പോയിട്ട് അവിടെ അത്ര ആവേശത്തിൽ ഞാൻ ചെയ്ത സിനിമയാണ്. രഞ്ജി പണിക്കറൊക്കെ ഇങ്ങനെ കട്ടക്ക് നിൽക്കുക, ഡയലോഗ് എഴുതിക്കൊണ്ട് വന്നു. സാധാരണ രഞ്ജി പണിക്കർ എൻ്റെ സിനിമ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അതൊന്നല്ലേ ഉള്ളൂ. എല്ലാവരും പറയുന്നതൊക്കെ പുള്ളി രാവിലെ വരികയില്ല, സ്ക്രിപ്റ്റ് തരൂല, കട. ഇതൊക്കെ പുള്ളി കറക്റ്റായിട്ട് ഈ ജോഷിയേട്ടന് രാവിലെ കോപ്പി കൊടുക്കുമല്ലോ. എന്നിട്ട് അവിടെ നിന്നാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് ഇതിൻ്റെ കോപ്പി ഒരെണ്ണം എടുക്കണം. ആ കൂടുന്ന അദ്ദേഹം എനിക്കൊരു കോപ്പി തരും, വായിച്ചു കൊടുക്കണം, എന്നെ തൃപ്തിപ്പെടുത്തി. സാറേ ശരിയല്ലേ ചോദിക്കും. ഞാനും പറയും ശരി തന്നെയാണ് രഞ്ജിന്ന് പറയും. പക്ഷേ ആ സിനിമ വേണ്ട പോലെ പോയില്ല. അതാണ് ഏറ്റവും മുതൽ മുടക്കിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഒറ്റയടിക്ക് അന്നത്തെ നഷ്ടം ഒരു വലിയ സംഖ്യ. അപ്പോൾ സംഖ്യ പറയാത്തവരെ ഞാനത് പറയുന്നത്. പക്ഷേ ആ സിനിമ എന്തുകൊണ്ട് ഓടി? ആ ഒറ്റ സീൻ തോന്നില്ല. NF വർഗീസ് എന്ന് പറയുന്നത് എന്തൊരു നടനാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ചിരിക്കില്ല. അതൊക്കെ ഒറ്റ ടേക്കായിട്ടാണ് പോണത്. ആ ഒറ്റ ടേക്ക് രണ്ട് കട്ടക്ക് അതെല്ലാം കാണുമ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ മാറി നിൽക്കുമ്പോൾ നമ്മൾ എത്ര പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ ആ സംതൃപ്തി. പക്ഷെ തിയേറ്ററിൽ വരുമ്പോൾ നമുക്കൊരു വിഷമം വരും. ഓടാത്തപ്പോൾ ECR നോക്കും, പൈസ വരാത്തപ്പോൾ വിഷമം വരും. പക്ഷെ ആ വിഷമം നമ്മൾ അടുത്ത സിനിമയ്ക്ക് പോകുമ്പോൾ അത് മാറും. പിന്നെ അതങ്ങനെയാണ്. ഇപ്പോൾ എന്തായാലും 40 സിനിമയിൽ ഇത്രയും ദൈവം സഹായിച്ച് നമുക്ക് തന്നില്ലേ, തൃപ്തിപ്പെട്ട് സന്തോഷമായിട്ടിരിക്കും. പണ്ട് ഈ പ്രൊഡ്യൂസർമാര് ലൊക്കേഷൻ ടെൻഷനാണ്, പൈസ കൂടുതലാണ്. ഇപ്പൊ നമ്മളിപ്പോ ഓരോ ഷൂട്ടുകളിലും നമുക്ക് പെട്ടെന്ന് ഈ പാറ്റയുടെ ടൈം നോക്കിയിട്ട് ഭയങ്കര ടെൻഷൻ അടിക്കുന്നതാണ് പ്രൊഡ്യൂസർമാർ. സാർ എങ്ങനെയായിരുന്നു? ഈ സമയം കൂടി പോണതിലും പൈസ കൂടുന്നതിലും ഒരിക്കലും ഞാൻ പറയുന്ന അഹങ്കാരമെന്ന് വിചാരിക്കല്ലേ. ഞാൻ വീണ്ടും ഒരു ജാമ്യം എടുത്തിട്ടാണ് പറയണത്. ഇന്ന് വരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ ടെൻഷൻ എനിക്ക് ഒരു കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് എന്നും ടെൻഷനാണ്. ഷൂട്ടിങ്ങിൽ വരുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാവുകയല്ല, എല്ലാവരും വന്നങ്ങനെ ഇരിക്കും. ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. ഇവിടെ നടക്കുന്നില്ല. സ്ക്രിപ്റ്റ് ഇല്ലാത്തപ്പോൾ ഇപ്പോൾ വേണു ക്യാമറമാനാണ്, അല്ലെങ്കിൽ കുട്ടേട്ടനൊക്കെ കുട്ടേട്ടനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ക്യാമറ അങ്ങനെ ലൈറ്റ് ഇപ്പം എന്നൊക്കെ പറഞ്ഞു നിൽക്കും. വരാത്തതിൻ്റെ കാരണം കടലാസിൽ വന്നിട്ടില്ല. അപ്പോൾ സിദ്ധിയിലാലും പാച്ചിക്കന്ന് അങ്ങനെ വരില്ല. എന്നാലും അത് കറക്ഷൻ ഉണ്ടാവും. പാച്ചിക്കയുടെ ഭാഗത്ത് അങ്ങനെ പാച്ചിക്ക ഉണ്ടെങ്കിൽ തന്നെ അത്രയും കറക്റ്റ് ചെയ്തിട്ട് അറിയില്ല. വേറെ പല സിനിമകളും ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാണ്. കാരണം മറന്നുകൊണ്ട് പൈസ മാത്രമല്ല, നമ്മൾ ബഹുമാനിക്കുന്ന ആർട്ടിസ്റ്റാണ് തിലകൻ ചേട്ടനിലെ മോഹൻലാൽ, മമ്മൂക്ക ഒക്കെ വന്നിട്ട് ഇരിക്കുക. അവരോടൊന്നും അവർ ചോദിക്കില്ല, എന്നോടും ചോദിക്കില്ല. അയാൾക്കറിയാം നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ മുഖത്തേക്ക് ഇങ്ങനെ ഒരു നോട്ടം നോക്കും. ഒന്നും വേണ്ടിയല്ല, ആരും ഒന്നും വേണ്ടിയല്ല. താനത് ഒന്നും ചോദിക്കൊന്നുമില്ല, ഒന്നും വേണ്ടിയില്ല. അന്നേരം ഞാൻ പോയി ഊണ് കഴിക്കാൻ പോകുന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ചില ഞാനൊരു സിനിമ ചെയ്തു, അഴകിയ തമിഴ് മകൻ എന്ന് പറയുന്നൊരു സിനിമ. അഴകിയ തമിഴ് വിജയ് വെച്ച് ചെയ്ത സിനിമയാണ്. ആ സിനിമയിലാണ് എനിക്ക് ഏറ്റവും, അതിൻ്റെ ഡയറക്ടർ ഭരതൻ പറഞ്ഞൊരു ഡയറക്ടറായിരുന്നു. അന്നാണ് ഞാൻ ഏറ്റവും ചോദിച്ചുകാരൻ പറയുന്നത്, പൈസ പോട്ടെ, പൈസ നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഈ ആർട്ടിസ്റ്റുകളുടെ മുഖത്തേക്ക് നമ്മൾക്ക് ആർട്ടിസ്റ്റ് ഒരു ഡയറക്ടർക്ക് ഡേറ്റ് കൊടുത്താൽ തമിഴിലൊക്കെ ഡയറക്ടർ കണ്ട ആൾ പുതിയ ഡയറക്ടർ എല്ലാവരും ഞാൻ തമിഴിൽ ഫ്രണ്ട്സ് ചെയ്ത് തന്നിട്ട് എനിക്ക് സ്വർഗത്തിലാവാം അപ്പച്ചൻ സാറാണ് ഓക്കെ എന്ന് പറഞ്ഞാണ് വരുന്നത്. പൈസ നമുക്ക് കൊടുക്കാം. പക്ഷെ അവർ വന്നിട്ട് രാവിലെ അവർ 9 മണിക്കായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ ഓടി വരികയാണ് ഇവിടെ സെറ്റിൽ എത്തണമെന്ന് പറയും. എത്തിയിട്ട് അതുങ്ങൾ രാവിലെ വന്നിട്ട് വെറുതെ ഇങ്ങനെ മുഴുകിയിരിക്കുന്നു. 1 മണി വരെ ഷോട്ട് എടുത്തിട്ടില്ല. അവരിങ്ങനെ നമ്മൾ നോക്കൂലേ. അന്നേരം നമ്മൾ
ഈ രക്തം ചിലപ്പോൾ വെള്ളമായി പോകും. അതാണ് എൻ്റെ സാറേ. ഇപ്പോ നമ്മള് ഈ സിനിമന്റെ മൊത്തമെടുത്ത് നോക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്നു ഏറ്റവും കൂടുതൽ ഓടിയ സിനിമ ഗോഡ് ഫാദർ ആണ്, ചില ആൾക്കാർ പറയുന്നത് ചിത്രമാണെന്ന് പറയുന്നു. അതിന്റെ ഒരു ക്ലാരിറ്റി എങ്ങനെയാണ് സാറേ ശരിക്കും? ഈ പറയുന്ന രണ്ട് സത്യമാണ് സാധിച്ചുണ്ട്, രണ്ട് ശരിയുണ്ടാവും ചിലപ്പോൾ ചില കാര്യത്തിൽ. കാരണം ഇതിൻ്റെ പി കേരപ്പിള്ള സാറ് നമ്മുടെ ഇഷ്ടമുള്ള ആളാണ്. അദ്ദേഹം അത് ഒരു വർഷം ഓടിയ സിനിമയാണ്, ചിത്രം ഓടിയതാണ്. ഗോഡ് ഫാദർ ഓടിയ സിനിമയാണ്. ഗോഡ് ഫാദർ 405 ദിവസം ഓടിയത്, 405 ദിവസം ഓടിയതാണ്. അതെനിക്ക് തോന്നുന്നത്, ഞാനങ്ങനെ തറപ്പിച്ചോടെ എനിക്ക് തോന്നുന്നു ഗോഡ് ഫാദർ തന്നെയായിരിക്കും. കണ്ടോ, ഗോഡ് ഫാദർ തന്നെയായിരിക്കും. 405 നമ്മൾ ഗോഡ് ഫാദർ തന്നെയായിരിക്കും. ചിത്രം നല്ല സിനിമയായിരുന്നു കേട്ടോ, ചിത്രം നല്ല സിനിമ. ഞാൻ 2-3 പ്രാവശ്യം കണ്ട സിനിമ. മണിച്ചാറ് 366. 366 ചിത്രം ഗോഡ് ഫാദർ തന്നെയായിരിക്കും. അഴകിയ തമിഴ് മകൻ അത് ശരിക്കും അത് വിജയ ചിത്രമായിരുന്നോ അതോ അത് ടേബിൾ പ്രോഫിറ്റ് ആയ സിനിമയായിരുന്നു? പഴയ തമിഴ് മകൻ എനിക്ക് ലാഭമായിരുന്നു. അത് തമിഴ്നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് പോയിട്ട്, സിദ്ദീഖ് പുതിയ ഡയറക്ടറല്ലേ, വിജയ് അന്ന് ഇത്രയും ആയിട്ടില്ല. വിജയ് കാതലിക്ക് മര്യാദ എന്ന് പറയുന്ന എൻ്റെ അനീതിപ്ര ഫാസിൽ സാർ തമിഴ് റീമേക്ക് ചെയ്ത് ആലപ്പുഴ കൊച്ചിയിൽ ഷൂട്ട് ചെയ്ത സമയത്താണ് വിജയ് വരുന്നത്. അത് വിജയ് ഒരു ചെറിയ പയ്യനാണ്. ഞങ്ങൾ ലൊക്കേഷൻ്റെ അടുത്ത് ഫാസിൽ സാർ എന്നെ വിജയ്ക്ക് പരിചയപ്പെടുത്തിയത്. ഇതാണ് ഈ കാതലിക്ക് മര്യാദയുടെ മലയാളം വെർഷൻ പ്രൊഡ്യൂസർ അപ്പച്ചൻ എന്ന് പറയുമ്പോൾ വിജയ് വലിയ ബഹുമാനത്തിലൊക്കെ ഇങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞ് ഇന്ന് ഊണ് കഴിക്കലും നടക്കില്ല, ഇത്ര കഥ പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് അപ്പം എനിക്കിങ്ങനെ ഒരു തമിഴ് സിനിമ ചെയ്യണമെന്ന് വിജയോട് പറഞ്ഞു. വിജയ് ഒരു റീമേക്ക് സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സിദ്ദീഖിൻ്റെ ഫ്രണ്ട്സ്, ദീലാലിൻ്റെ ഫ്രണ്ട്സ് അവിടെ ചെയ്തത്. അപ്പം അത് ചോദിച്ചു ഒന്നുകൂടെ പറഞ്ഞത് അഴകിയ തമിഴ് മകൻ. അപ്പോൾ ഈ ഫ്രണ്ട്സ് ഭയങ്കര വിജയമായി. അവർ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനൊന്നും ആൾക്കാർ വന്നില്ല. പക്ഷേ ഞാൻ സ്വന്തം റിലീസ് ചെയ്ത് 100 പ്രിന്റ് സൂപ്പർ ഹിറ്റാണ്. 100 പ്രിന്റ് 100 days ഓടി. വിജയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് ഈ വാഞ്ചിനാഥൻ ദീന, മുരുകദാസിൻ്റെ ദീന, വാഞ്ചിനാഥൻ, ഫ്രണ്ട്സ് 3 ഒരേ ദിവസമാണ് റിലീസ്. 2001 പൊങ്കലിന് ജനുവരി 12-ാം തീയതി. വിജയ് അന്ന് വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ കയറി വന്നിട്ട് വിജയ് ഭയങ്കര സങ്കടം. സാർ നമ്മ പടത്തേക്ക് കൂട്ടം കിടയാതെ, വാഞ്ചിനാഥ ഹിറ്റ്, ദീന ഹിറ്റ്, നമ്മ പടത്തേക്ക് എങ്കേയും ആള് കിടയാതെ. ഞാനും വിഷമത്തിലായി. പക്ഷെ എനിക്കറിയാം ഈ ഫാസിൽ സാറിൻ്റെയൊക്കെ സിനിമകൾ ആദ്യത്തെ ദിവസം ആളുണ്ടാകില്ല, 2ാം ദിവസം ഉണ്ടായില്ല. ഞായറാഴ്ചയും തിങ്കളാഴ്ച നോക്കുമ്പോൾ നമ്മുടെ അത് കാരണം എനിക്ക് അശേഷം ഭയങ്കര. ഈ പിന്നെ വിജയുടെ അച്ഛൻ ചന്ദ്രശേഖർ സാർ പറയണത് ഇത് ഓവർസീസ് വിറ്റിട്ടില്ല, OTT സാറ്റലൈറ്റ് വിറ്റിട്ടില്ല, ഏരിയ വിറ്റിട്ടില്ല. എന്താ പ്രൊഡ്യൂസർ എന്നെ മൂടത്തരം പണ്ടതാണ്. കാരണം ഞാൻ കാണിക്കുന്നത് മുഴുവൻ പൊട്ടത്തരാണ്. കാരണം 6.25 കോടി രൂപയാണെന്ന് അതിൻ്റെ ചിലവ്. ഒന്ന് സ്വന്തം പൈസ നമ്മൾ അവിടെ നിന്ന് കടമൊക്കെ മേടിച്ചിട്ടിരിക്കുകയത് മൊത്തം പോകുന്നതാണ് ഇവർ. വിജയുടെ മനസ്സിലാവും. വിജയ് പറയാൻ സാറേ ഏതോ ഒന്ന് വിറ്റ്. ഞാൻ പറയും വിജയ് നിങ്ങൾ അമ്മതേ നാളേക്ക് നമ്മൾ പാപ്പം. 2ാമത്തെ ദിവസം ശനിയാഴ്ച വന്നു വിജയ് പറയും കൂട്ടം കൂട്ടമില്ല, നമ്മ പടത്തിൽ വാഞ്ചിനാഥൻ എത്തത്. അപ്പോൾ ഈ വിജയോടെല്ലാം ഈ തിയേറ്ററിലുള്ള ആൾക്കാരൊക്കെ വിജയനെ വിളിച്ച്, തിയേറ്ററിൻ്റെ ഓണർമാർ ഇവിടുന്ന് തിരുപ്പൂർ സുബ്രഹ്മണ്യം മറ്റേ അവിടെയുള്ള ഓരോ തിയേറ്ററുണ്ട്. വിജയ് ഇപ്പോൾ പടത്തിട്ട് കളക്ഷൻ അവർ DCR നോക്കുകയുള്ളൂ, കളക്ഷൻ മാത്രമേ അവർ നോക്കുകയുള്ളൂ. ഈ തിയേറ്ററിന് ഉള്ളിൽ നടക്കുന്ന അവർ ഈ അങ്ങനെ ചിന്തിക്കാൻ അവർക്കത് മനസ്സിലാകില്ല. ഈ തിയേറ്ററിൻ്റെ മുതലാളിമാർക്ക് ഒരു കുഴപ്പമുണ്ട്. അവർക്ക് കളക്ഷനാണ്. ഈ ഇന്നുണ്ട്, നാളെ വരും എന്നുള്ള പ്രതീക്ഷ അവർക്ക്. ഇന്നില്ലെങ്കിൽ അവർക്ക് പടം നിർത്താന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു വിജയ് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും, തിങ്കളാഴ്ച വരെ എനിക്ക് വേണ്ടി. ഞാൻ വളരെ സങ്കടപ്പെട്ട വിജയ്. പക്ഷേ വിജയ് വളരെ ബഹുമാനം തന്നിട്ടാണ് കേട്ടോ. കാരണം അത് തിങ്കളാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ പടത്തിന് ഈ 4 ഷോയ്ക്ക് ഓരോരോ ഷോയുടെ ആൾ പുറത്താണ്. തിങ്കളാഴ്ച 4 മണിക്ക് വിജയ് എൻ്റെ ഫ്ലാറ്റിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ കയ്യെടുത്തു. സാർ നമ്മ പടത്തേക്ക് പെരിയ കൂട്ടം താവും, ഈ എല്ലാ പടത്തേക്ക് അന്ത അളവ് ആളെ നമ്മ പെരിയ കൂട്ടം നമ്മ തിയേറ്ററിൽ സാർ എല്ലാ തിയേറ്റർ ഓണേഴ്സും ഉള്ളവർ കലകലാരം ഇருக்கு. കാരണം തിയേറ്ററുകളൊക്കെ ഭയങ്കര ചിരി അത്രയും കോമഡിയുള്ള ഒരു പടം തമിഴ്നാട്ടിൽ ആരും കണ്ടിട്ടില്ല. ഇപ്പോഴും ഞങ്ങളിപ്പോൾ ഫ്രണ്ട്സ് 2ാമത് റീമാസ്റ്റർ ചെയ്യാൻ പോകുന്നുണ്ട്. വിജയ് ഈ സൂര്യ അഭിനയിച്ച അത് സൂര്യ പുതുമുഖമാണല്ലോ. വിജയ് അന്നങ്ങോട്ട് കയറി വരുന്നതേ ഉള്ളൂ. വിജയ് സൂര്യയല്ലേ, അവർക്ക് അറിയത്തില്ലല്ലോ, സൂര്യനെ അറിയത്തില്ലല്ലോ. ഒരു പുതുമുഖമല്ലേ മറ്റേ കിടക്കുന്നത്. സൂര്യയുടെ ലൈഫ് അതല്ലേ. ആ പടം ചെയ്യുമ്പോൾ സൂര്യ ഇല്ല. സൂര്യനെ വിളിക്കാൻ വേണ്ടി ഞാനും TR ശേഖർ സൂര്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നെ അവൻ നടിക്കത്തില്ലാതെ ശിവകുമാർ സാറ് ഞാൻ TR ശേഖറിനോട് എഡിറ്റർ ശേഖർ സാർ പഴയ ആളാണ് വിജയ് ബാബു. അപ്പോൾ പറയുന്നത് അവനെ നടിക്കത്തില്ലാതെ സാർ
എനിക്ക് അവന് തൊന്തരം കൊണ്ട് വേണ്ട, ചാർട്ടേഡ് അക്കൗണ്ടൻസ് പഠിക്കാൻ പോരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ സൂര്യ ഇവിടെ വന്നു. ഇല്ല, അവൻ ക്രിക്കറ്റ് വിളയാടെ പോകാതെ, നിങ്ങൾ അവന് തൊന്തരം பண்ணாது, പോ ഗെറ്റ് ഔട്ട് അടിച്ചില്ലെന്ന് വിട്ടു. അതേ രീതിയിൽ പറഞ്ഞു വിട്ടു ഞങ്ങളെ. പക്ഷേ ഇതിൽ ചെന്ന വിവരം അമ്മ പറഞ്ഞിട്ടുണ്ടാവും ഇവനോട്. അമ്മയ്ക്ക് താല്പര്യം, അമ്മ ഇങ്ങനെ പുറകിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പോയിട്ട് പറഞ്ഞതായിരിക്കും. സൂര്യ പിറ്റേ ദിവസം വൈകുന്നേരം 4 മണിക്ക് എൻ്റെ ഫ്ലാറ്റിൽ വന്നു, മദ്രാസിൽ അശോകിൻ്റെ ഒരു ഫ്ലാറ്റിൽ വന്നിട്ട് സൂര്യ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിങ്ങനെ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞ് സൂര്യ ഇരിക്കുന്നില്ല. കാരണം സൂര്യക്ക് പടത്തിൽ അഭിനയിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ കഥ പറഞ്ഞ് അങ്ങനെ വന്ന പടമാണ്. ആ ഒറ്റ പടത്തിൽ വിജയ്ക്ക് ഈക്വലല്ലേ പടം വന്നത്. സൂര്യ എവിടെയോ പോയി. അപ്പോൾ അത് ഒരു നിമിത്തം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അഴകിയ തമിഴിലേക്ക് ഇത് കാരണമാണ് ഒരു ഡേറ്റ് തന്നത്. പക്ഷേ ഞാനിവിടെ നീ വിജയുടെ അടുത്ത് ആ ഉത്തരത്തിലേക്ക് വരാനുള്ള വഴിയോട്ടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഹിറ്റായി കഴിഞ്ഞപ്പോൾ വിജയ് സന്തോഷമായപ്പോൾ ഞാൻ പറയും, വിജയ് എനിക്കൊരു ഡേറ്റ് കൂടി തന്നു. സാർ എന്തെങ്കിലും എപ്പോൾ വേണേൽ പറഞ്ഞാൽ സാർ, നിങ്ങൾ കേട്ടാൽ പോകുന്നു, നിങ്ങൾ ഞാൻ റെഡി. വിജയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അന്ന് ഭയങ്കര. കാരണം ഞാൻ അതിന് മുമ്പ് ഒരു കഥ കൂടെ ഉണ്ട്. കാതിരിക്കാൻ മര്യാദയിൽ വിജയുടെ ശമ്പളം 17 ലക്ഷമാണ് ശിങ്കിരിപുരം കൊടുത്ത്. ഞാൻ അന്ന് പറഞ്ഞു, ഈ ഇത് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം 1 കോടിയാവും വിജയ് എന്ന് പറഞ്ഞു. വിജയ് എന്നെ കാര്യം സാർ 50 ലാക്സ് കിടച്ചാൽ പോകുന്ന വിജയ് പറഞ്ഞു. അത് കഴിഞ്ഞ പടത്തിന് 1 കാലം വിളിച്ചത്. എൻ്റെ പടത്തിന് ഫ്രണ്ട്സിന് വന്നപ്പോൾ 2 ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് கொஞ்சம் കമ്മി പണണം, കാരണം ഈ പടം ഹിറ്റാണ്. ഓക്കെ സാർ, നമുക്ക് കമ്മി പണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഴകിതമന സമയത്ത് വിജയ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് 8 9 മറ്റായി. പക്ഷെ എന്നോട് അദ്ദേഹത്തിന് 7 രൂപ മേടിച്ചു. അപ്പോൾ ഒരു റെസ്പെക്റ്റാണ്. അങ്ങനെ ഞാനിവിടുന്ന് ഒരുപാട് നമ്മുടെ ഞാൻ ചെയ്ത പടമാണല്ലോ, ജോഷി സംവിധാനം ചെയ്ത പടം സ്പിരിറ്റ് കിടത്തുന്ന ദിലീപ്. റൺവേയുടെ പ്രിന്റ് കൊണ്ട് ഞാൻ കാണിച്ചു, റിമേക്ക് ചെയ്യാൻ വേണ്ടി റൺവേയുടെ പ്രിന്റ് കൊണ്ട് കണ്ട ഞാൻ റിലീസ് ചെയ്ത പടം, ജോഷിയുടെ പടം. വിജയുടെ അപ്പൻ, വിജയുടെ അമ്മ, വിജയുടെ ഭാര്യ, ഞാനോ ഒക്കെ ഉണ്ട്, എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ സിദ്ധീനെ കൊണ്ട് ജയിക്കാറ് റൺവേ ചെയ്ത കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കൂടി റൺവേ കണ്ടപ്പോൾ വിജയ്ക്ക് പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആ റൺവേ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാനിവിടുന്ന് കുറേ ആൾക്കാരെ കൊണ്ടുപോയി കഥ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. തമിഴിൽ ഇപ്പം പറഞ്ഞ ചേരൻ അഡ്വാൻസ് കൊടുത്തു, മഹാരാജന് അഡ്വാൻസ് കൊടുത്തു, SJ സൂര്യക്ക് അഡ്വാൻസ് കൊടുത്തു. ഈ വിജയ് ഓരോ ഇന്ന സാർ അന്ത ഡയറക്ടർ ഓക്കെയാണ്. SJ സൂര്യ വന്നിട്ട് കഥ പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല. മഹാരാജൻ വന്നൊരു കഥ പറഞ്ഞു, എന്നൊക്കെ അവരൊക്കെ കടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചേരൻ്റെ ഇവിടെ നിന്ന് ചേരൻ വന്നത് ഇഷ്ടപ്പെട്ടു. അവസാനം ഞാൻ പറഞ്ഞു, വിജയ് സാർ നീങ്ങളേ ഒരു ഡയറക്ടർ ഞാൻ പ്രൊഡ്യൂസ് പണിക്കില്ല, ഉങ്ക ഇഷ്ടത്തിന്. അപ്പടിയാ ഓക്കെ. അങ്ങനെ പറഞ്ഞ പുള്ളി കൊണ്ടുവന്നതാണ് ഭരതൻ എന്ന് പറയുന്ന തെലുങ്കിൽ ബംഗാരം ചെയ്ത ഒരു അതിൻ്റെ റൈറ്ററായിരുന്നു, അയാളെ ഡയറക്ടറാക്കി. അങ്ങനെ വന്ന പടമാണ് ഈ അഴകിതമൻ ചെയ്യുമ്പോൾ എനിക്ക് ഡേറ്റൊക്കെ തന്നു. അതിലൊന്നും കുഴപ്പമില്ല, എപ്പോൾ തന്നാലും നീലാകര വീട്ടിൽ വിജയനെ ചെന്നാൽ കാണാൻ കുഴപ്പമൊന്നും. വളരെ ഫ്രണ്ടിലാണ്. പുള്ളിയുടെ മാനേജർ രാജേന്ദ്രൻ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ കാണാൻ പറ്റും ചെല്ലാനാണ്. വിജയ് ഡേറ്റ് എല്ലാം ഓക്കെ ആക്കി, ഷൂട്ടിങ്ങിനെല്ലാം ബാക്കി ഹീറോയിനെ വേണമെന്ന് പറഞ്ഞു, ശ്രേയാശരൻ വേണമെന്ന് പറഞ്ഞു, ബോംബെയാണ്, 55 ലക്ഷം രൂപ ശരാശരിയാണ്. അതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്ന ഡേറ്റും ഒക്കെ വെച്ച് കഴിഞ്ഞ് വിജയ്. അപ്പം മ്യൂസിക് ഡയറക്ടറെ മാത്രം ഫിക്സ് ചെയ്തിട്ടില്ല. ഒരു വിജയ് ഡേറ്റൊക്കെ ഓക്കെ ആയിട്ട് എന്നോട് വളരെ വൈകുന്നേരം വീട്ടിൽ അടുത്തിരുത്തി പതുക്കെ എൻ്റെ കാലിൽ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ട് വിജയ് എന്നോട് പറയാം, സാർ ഇത് കറക്റ്റ് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, ഒട്ടും അതിശോക്തിയല്ല സാർ, എനിക്കൊരു ചിന്ന ആശയമുണ്ട് സാർ. ചിന്ന ആശ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പേടിയായി. ഒന്നെങ്കിൽ ഇത് ഡേറ്റ് തള്ളിപ്പോകല്ലോ ദൈവമേ. കാരണം നമ്മളിതെല്ലാം വെച്ചിട്ട് ഫൈനാൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്, നടന്നിട്ടില്ലെങ്കിൽ. കാരണം കുറേ നടക്കാൻ ഇനി ഏതോ ഡയറക്ടറെ പിടിക്കാനായിരിക്കും പറയുക, അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കും. കുറേ പൈസ പോയേ ഡയറക്ടർമാർക്ക് കൊടുത്തിട്ട്. സൊല്ലുങ്ക തമ്പി. അപ്പോഴത്തേക്ക് എൻ്റെ പുള്ളി പറഞ്ഞു, AR റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ നാട് വെക്കലാമോ? അതായത് ഈ സിനിമയ്ക്ക് AR റഹ്മാനെ മ്യൂസിക് ഡയറക്ടറായിട്ട് ഫിക്സ് ചെയ്യണം എന്നാണ് നമുക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം. സിനിമ സ്റ്റൈലിനെ പറയുന്നത് വളരെ ലളിതമായിട്ട് AR റഹ്മാൻ മ്യൂസിക്കിൽ എന്നെ ഒന്ന് ആട വെക്കലാമോ? വേറൊരു മ്യൂസിക് ഡയറക്ടറാണെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ മതി. വേറെ ഏത് മ്യൂസിക് ഡയറക്ടറാണ് ഇരിക്കുന്ന ഇളരാജയൊക്കെ ആണെങ്കിൽ അന്ന്. പക്ഷെ AR റഹ്മാൻ എന്ന് പറയുക പ്രശ്നം അതല്ല, നമുക്ക് പൈസ എവിടെന്നെങ്കിലും കടം വാങ്ങിയാൽ മറുപടി തരും. എത്ര ചോദിച്ചാൽ എനിക്ക് ദേവസ്വം മദ്രാസിന് മാറും. പക്ഷേ ഈ ശങ്കറിനും മണിരത്നത്തിനും മാത്രമേ തമിഴിൽ AR റഹ്മാൻ ചെയ്യുള്ളൂ. ശങ്കർ മണിരത്നം ഹിന്ദിയിൽ വേറെ ചെയ്യും, ഹിന്ദിയിൽ. അപ്പോൾ ഈ ശങ്കറും അല്ല മണിരത്നം, ഇത് ഭരതൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ചെയ്യും.
എങ്ങനെ പോയി ചോദിക്കും? അവർക്ക് ഈ മ്യൂസിക് ഡയറക്ടർ നോക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ആരും ഒരു ശങ്കർ മണിരത്നം ചെയ്യും, ഒരു ടോപ്പല്ലേ. അപ്പോൾ എനിക്ക് പണ്ട് എനിക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ പേര് ആദ്യം ദിലീപ് ആടുന്നുണ്ടോ, ദിലീപ് എന്നാണ് മലയാളി. എനിക്ക് ഇദ്ദേഹത്തിന് എൻ്റെ ഒരു പാട്ടിന് റീർക്കാർഡ് ഈ കീബോർഡ് വന്നപ്പോൾ റീർക്കാർഡ് വായിക്കാൻ വേണ്ടി വന്ന ഒരു ചെറിയൊരു പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനേജറുടെ ഫോൺ നമ്പർ എടുത്ത് സ്വാമി എന്ന് പറയുന്നത്, സ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അപ്പോയിൻറ്റ് മേടിച്ച് വൈകുന്നേരം പോയി കണ്ടപ്പോൾ റഹ്മാൻ എടുത്തിട്ട് അയ്യോ എന്നെ ഇവിടെ താങ്ങാൻ മുടിയാതെ, എൻ്റെ സാലറി ഇവിടെ താങ്ങാൻ മുടിയാതെ, അതായത് എൻ്റെ ശമ്പളം നിങ്ങൾക്ക് താങ്ങാൻ മുടിയാതെ, അത് നടക്കാൻ പറ്റില്ല സാർ. ഞാൻ മണിരത്നം സാർ, ശങ്കർ സാർ, തമിഴിൽ ഞാൻ വേറെ ആർക്കും ഇല്ല. പുള്ളി എന്നെ നടക്കില്ലാന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ എന്നാലും പുള്ളി സാർ സാലറി പ്രശ്നം പണമല്ല സാർ, അത് ഞാൻ തരാം. ഇത് അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെതായ ഭവ്യതയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു നോക്കിയോ. അപ്പോൾ അയാൾ പണലാന്നുള്ള രീതിയിലാക്കി. അങ്ങനെ പറഞ്ഞ് ശമ്പളം ഹിന്ദിയിൽ അദ്ദേഹം 2 കോടിയാണ് മേടിക്കുന്നത്. അപ്പം എൻ്റെ ശമ്പളം എவ்வளோന്ന് നിങ്ങൾക്ക് தெரியுமா? അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു 2 കോടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ അത് ഹിന്ദിയല്ലേ സാർ, ഹിന്ദിയല്ലേ, തമിഴ്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഒരു ചെയ്തു തന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു അഡ്വാൻസ് കൊടുത്തിട്ട് വിജയുടെ അടുത്ത് വന്നു പറഞ്ഞു ഞാനത് ഫിക്സ് ചെയ്തു എന്ന് വിജയുടെ അടുത്ത് പറഞ്ഞപ്പോൾ വിജയ്ക്ക് സത്യം ചെയ്യുമ്പോൾ വിജയ്ക്ക് വിശ്വാസമില്ല. ഞാനെന്തോ വേറെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു അവർക്ക് വിശ്വാസമായില്ല. കാരണം നമ്മൾ പോയി പിറ്റേ ദിവസം വന്നിട്ട് 2 ദിവസം വന്നു കഴിഞ്ഞാൽ സാർ എ റഹ്മാൻ ഒക്കെ പണിയാച്ചെന്ന് പറഞ്ഞപ്പോൾ എ റഹ്മാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ നേരം നടക്കില്ല. പുള്ളി ഡേറ്റ് എടുത്ത് മാറ്റും ഉറപ്പ്. ആ ഒരു ഇതിലാ പുള്ളിയോട് പറഞ്ഞിരിക്കുന്ന മാനസികാവസ്ഥയിലും ഒരു ശരീരഭാഷയിലും പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പ്രസൻറ്റേഷൻ ആടെ വെക്കലാമെന്നൊക്കെ ചോദിച്ചാലും നമുക്ക് മനസ്സിലായില്ല വേറൊരു ആളാണ് ഈ പുള്ളി. പുള്ളിയുടെ അടുത്ത് നോ പറഞ്ഞാൽ പിന്നെ രണ്ടാമതുള്ള ഒരു കാര്യമില്ല. ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞാൽ കേട്ടോ. ഒരു പവർഫുൾ മാനാണ് വിജയ്, പവർഫുള്ളാണ്. തീരുമാനിച്ച അത് വേറെ യാതൊരു കാര്യമില്ല. എത്രയും ശക്തി വന്നോട്ടെ, എത്ര പവർഫുൾ. നമ്മുടെ സിനിമ കാണുന്ന പവർഫുൾ മാൻ തന്നെ. അത് പുള്ളി അഭിനയിക്കുന്ന ഈ കഥാപാത്രങ്ങളുണ്ട് പവർഫുൾ. നല്ല മനുഷ്യനാണ്, വളരെ വളരെ നല്ല മനുഷ്യൻ. അല്ലെങ്കിൽ ഈ കേരളത്തിൽ കിടക്കുന്ന എനിക്ക് 2 ഡേറ്റ് തന്നില്ലേ, എന്തിന് എന്നെ ചേർത്തുന്നത്? ഇപ്പോഴും നമ്മൾ ചെന്ന് നോക്കി. ഇപ്പം ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയില്ല, ഞാൻ അഭിനയിക്കും സാർ സോറി സാർ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. വേറെ കാര്യമില്ല. പുള്ളി ഇപ്പോൾ അടുത്ത സിനിമ കഴിഞ്ഞിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ പോകും, അത് കാരണം ഇവിടെ. അപ്പോൾ എന്നിട്ട് ഈ പുള്ളിക്ക് വിശ്വാസം വരുന്നില്ല. അടുത്ത ചോദ്യമാണ് വിജയ് എന്നോട് ചോദിച്ചത്, സാർ നമുക്ക് റഹ്മാൻ സാർ കൂടെ ഒരു ഫോട്ടോ എടുക്കലാമോ? നമുക്ക് റഹ്മാൻ സാറിൻ്റെ കൂടെ നാളെ പോയിട്ടൊരു ഫോട്ടോ എടുക്കാം, ഫിക്സ് ചെയ്ത ഫോട്ടോ എടുക്കാമല്ലോ, ഫിക്സ് ചെയ്താലോ. അങ്ങനെ വേറെ ഞാൻ ഇപ്പോൾ സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഹീറോയും ഞാനിവിടെ ഫോട്ടോ വേണമെന്ന് വിജയ് സാർ പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഞാനും വിജയ് ഇങ്ങോട്ട് പോയിട്ട് ഡയറക്ടർ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു വിജയ്ക്ക് ഉറപ്പായി. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഇനി ഒരു കാര്യം കൂടെ അതിലൂടെ പറയാം, അതിലൂടെ പറഞ്ഞാൽ ഇതിനെ മുഷിപ്പിക്കുന്നില്ല. അങ്ങനെ വന്നതാണ് അഴകിയ തമിഴ് മകൻ, അഴകിയ തമിഴ് അങ്ങനെ വന്നതാണ്. എനിക്ക് ലാഭം കിട്ടിയ പടം കേട്ടോ, എനിക്ക് ലാഭം കിട്ടിയ പടം. അതാണ് ഡയറക്ടർ, അവിടെയാണ് ഞാൻ തീരുന്നത്. ഡയറക്ടറേൽ സ്ക്രിപ്റ്റുമില്ല, ഒന്നുമില്ല. ഷൂട്ടിംഗ് സമയത്ത് വരും, ഞാൻ വിഷമിച്ച് ശരിക്കും പോയി. 200 ദിവസം മറ്റോ ഷൂട്ട് ചെയ്തു. ഇത് 110 ദിവസം കഴിയുമ്പോൾ പിന്നെ ഞാൻ ലൊക്കേഷനിലേക്ക് പോയില്ല. കാരണം ഇത് കാണാൻ പറ്റുന്നില്ല. മാനേജ് പൈസ കൊടുത്തോട്ടെ വെച്ചു, പൈസ കൊടുത്തു. പിന്നെ ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് അത് തിയേറ്ററിലേക്ക് പോകും. അപ്പോൾ അത് സൂര്യയ്ക്ക് അറിയാം, അല്ല വിജയ്ക്ക് അറിയാം. പക്ഷേ വിജയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വിജയ് പറഞ്ഞിട്ടില്ല വെച്ചത്, വിജയ് വെച്ചിട്ട് വെച്ചത്. അങ്ങനെയാണ് അതിൻ്റെ. റിലീസിന്റെ നമ്മളിപ്പം ജൂലൈ 12-ാം തീയതി ഇന്ത്യൻ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ ഇച്ചിരി കൂടെ നീട്ടി അതിൻ്റെ ഒരു ഇത് അനുസരിച്ച് ജൂലൈയിൽ എന്തായാലും റിലീസ് കാണും. അതാണ് അല്ല, അത് നമ്മളിപ്പം അന്നേരത്തെ സമയത്ത് ഇതുപോലെ മാക്സിമം തിയേറ്ററുകൾ, അതുമല്ല കഴിയുന്നത് ഞങ്ങൾ ഈ 4K അറ്റ്മോസ് ഉള്ള തിയേറ്റർ എന്നാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്പടികം നമ്മൾ ഈ 5.1-ഉം 7.1 ഉള്ള തിയേറ്ററിൽ കൊടുത്തപ്പോഴേ ആ ഒരു സുഖം കിട്ടി. അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ തന്നെയാണ് നമ്മൾ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ 7.1 ഉള്ള തിയേറ്ററിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്.